ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് മുടിയുടെ ആ ഭാഗത്ത് നിന്ന് വരച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വയലറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമുക്കൊരു കളർ ആടിയിട്ട് വേണം നമ്മൾ ഹെയർ വരയ്ക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ടൊക്കെ നിങ്ങൾ വരച്ച് നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷെയ്ഡിങ്ങിൻ്റെ പാർട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കളർ പെൻസിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കളർ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഈസിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക. നമ്മൾ സാധാരണ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ പോലും നമുക്ക് ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് ഷെയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു കുറേ നാൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഒരു കാര്യം ഒന്ന് നല്ലതായിട്ട് വരത്തുള്ളൂ. നമ്മൾ ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് ഓക്കെ ആയോ എന്നുള്ള കാര്യം കമൻറ്റ് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആകാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഒരു വയലറ്റ് കളർ ഉപയോഗിച്ച് നമ്മൾ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം ഇത് വരയ്ക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് വരയ്ക്കുക. കാരണം ഈ ഒരു കളർ നമുക്ക് ഇതിൻ്റെ അകത്ത് മിക്സായി കിട്ടാൻ കുറച്ചൊന്ന് പാടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ 250 GS പേപ്പറോടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കട്ടിക്ക് ചെയ്താൽ മാത്രമേ അത് അവിടെ കിട്ടത്തുള്ളൂ. അപ്പം ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ മുടിയുടെ ഭാഗങ്ങളെല്ലാം വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീശ വരയ്ക്കാനുണ്ട്. അപ്പോൾ മീശ വരയ്ക്കുമ്പോൾ നമ്മൾ സെയിം ആയിട്ട് തന്നെ ആദ്യം ഒരു ലെയർ വയലറ്റ് കളർ ഉപയോഗിച്ച് വരച്ചിട്ട് അതിന് മുകളിൽ കൂടെ രണ്ടാമത്തെ ലെയറായിട്ട് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പോൾ അവിടെയും കുറച്ച് ഒന്ന് ഈ പറഞ്ഞ കട്ട് ചെയ്ത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ നമുക്കിനി കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അത് നമ്മൾ ആദ്യം ലൈറ്റായിട്ട് വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്കിൻ കളർ ഉപയോഗിച്ച് വരച്ചിട്ട് പിന്നെ രണ്ടാമത് നേരത്തെ പറഞ്ഞ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഷാഡോസ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കൈയുടെ ഭാഗത്തുനിന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം സ്കിൻ കളർ ഉപയോഗിച്ച് വരച്ചിട്ട് പിന്നീട് രണ്ടാമത് ആ ഒരു ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഭാഗം ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കൈ കിടക്കുന്ന ഒരു വളയും കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളിലുള്ള യെല്ലോ കളർ ഉപയോഗിച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. ആ ഡ്രസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങളൊരു കളർ കൊടുത്താൽ മതി. ഇപ്പം ഒരു വയലറ്റ് കളറോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ രീതി ചെയ്തെടുത്താൽ മതി.